ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ രണ്ട് ടോപ്പോളജിക്കൽ പ്രോപ്പർട്ടീസ് കൂടി പഠിച്ചു. ഇപ്പോൾ ആകെ 3 ടോപ്പോളജിക്കൽ പ്രോപ്പർട്ടീസ് ഉണ്ട് നമ്മുടെ കയ്യിൽ. ഒന്ന് സെപ്പറബിലിറ്റി. സെപ്പറബിലിറ്റി ഈസ് എ ടോപ്പോളജിക്കൽ പ്രോപ്പർട്ടി. സെപ്പറബിലിറ്റി ഈസ് എ ടോപ്പോളജിക്കൽ പ്രോപ്പർട്ടി. ദെൻ കഴിഞ്ഞ ക്ലാസ്സിലെ തിയറത്തിൽ നമ്മൾ പറഞ്ഞത് ഫസ്റ്റ് കൗണ്ടബിലിറ്റി ആൻഡ് സെക്കൻഡ് കൗണ്ടബിലിറ്റി ആർ ടോപ്പോളജിക്കൽ പ്രോപ്പർട്ടീസ്. ദെൻ നെക്സ്റ്റ് മറ്റൊരു ടോപ്പോളജിക്കൽ പ്രോപ്പർട്ടിയാണ് ബീയിങ് എ മെട്രിസബിൾ സ്പേസ്. അതെന്താണെന്ന് മനസ്സിലാക്കണം. ബീയിങ് എ മെട്രിസബിൾ സ്പേസ് മീൻസ് മെട്രിസബിൾ സ്പേസ് ആയിരിക്കുക. എന്താണ് മെട്രിസബിൾ സ്പേസ്? ടോപ്പോളജിക്കൽ സ്പേസിനെ മെട്രിസബിൾ എന്ന് പറയണമെങ്കിൽ അതിന്റെ ടോപ്പോളജി ഒരു മെട്രിക് വഴി ജനറേറ്റ് ചെയ്യപ്പെടണം. എക്സാമ്പിൾ ഫോർ മെട്രിസബിൾ സ്പേസ് പറഞ്ഞാൽ ഉദാഹരണത്തിന് ഡിസ്ക്രീറ്റ് സ്പേസ്. ഡിസ്ക്രീറ്റ് സ്പേസ് ഒരു ടോപ്പോളജിക്കൽ സ്പേസ്. എന്താ ഡിസ്ക്രീറ്റ് സ്പേസിന്റെ പ്രത്യേകത? അതിന്റെ ടോപ്പോളജി എന്ന് പറയുന്നത് കളക്ഷൻ ഓഫ് ഓൾ സബ്സെറ്റ്സ് ഓഫ് എക്സ് ആയിരിക്കും. ഓക്കെ, ഡിസ്ക്രീറ്റ് സ്പേസിന്റെ പ്രത്യേകത കളക്ഷൻ ഓഫ് ഓൾ സബ്സെറ്റ്സ് ഓഫ് എക്സ് ആണ് അതിന്റെ ടോപ്പോളജി. അപ്പോൾ കളക്ഷൻ ഓഫ് ഓൾ സബ്സെറ്റ്സ് കിട്ടാൻ പാകത്തിൽ നമുക്കൊരു മെട്രിക് ഉണ്ട്, ഓർമ്മയുണ്ടല്ലോ, ഡിസ്ക്രീറ്റ് മെട്രിക്. ഡിസ്ക്രീറ്റ് മെട്രിക്കിന്റെ ഡെഫിനേഷൻ അറിയാൻ ഡി ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു 0 ഇഫ് എക്സ് ഇസ് ഈക്വൽ ടു വൈ. Therefore, if and only if x is equal to y and 1 if x not equal to y. ഇങ്ങനെ ജമ്പ് ചെയ്തുണ്ടാകുന്ന ഏത് മെട്രിക്കും ഇടയ്ക്ക് പോയില്ല, റിയൽ വാല്യൂ പറയുമ്പോൾ 0 പിന്നെ 1/2 പറഞ്ഞാലും മതി. അങ്ങനെ ഒരു ജമ്പിങ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അതെല്ലാം ഡിസ്ക്രീറ്റ് സ്പേസ് ആണ്. അപ്പോൾ നമ്മൾ അവിടെ കണ്ടിട്ടുള്ളതാണ്. ഇതിനകത്ത് ഓരോ ഓപ്പൺ ബാൾ സെൻറ്റേഡ് ആയിട്ട് ഇപ്പോൾ എ എന്ന് പറയുന്ന പോയിന്റ് എക്സിൽ എടുത്തു. ദെൻ BA1 എന്താണ്? ദെൻ it is set of all x in x such that distance between x and a is less than 1. Distance between x and a less than 1 means distance between x and a is equal to 0. കാരണം 1ൽ താഴെ പിന്നെ 0 ഉള്ളൂ. That means x is equal to a. അപ്പോൾ അതുകൊണ്ട് B of A1 എന്ന് പറയുന്നത് സെറ്റ് A ആണ്. ഓക്കെ, ഓപ്പൺ ബാൾ ആണ്. 1 വരെ വരത്തില്ല. 1 വരെ വന്നാൽ ഹോൾ സ്പേസ് ആണ്. B of A1, B of A 1/2. ഇതൊക്കെ സിംഗിൾട്ടൺ സെറ്റ് ആണ്. അപ്പം ഓപ്പൺ ബാളുകളെല്ലാം ഓപ്പൺ സെറ്റ് ആയതുകൊണ്ട് എല്ലാ സിംഗിൾട്ടൺ സെറ്റുകളും ഓപ്പൺ ആവും. അങ്ങനെ ആകുമ്പോൾ യൂണിയൻ ഓഫ് ആർബിട്രറി യൂണിയൻ ഓഫ് ഓപ്പൺ സെറ്റ്സ് ഓപ്പൺ ആയതുകൊണ്ട് 2 എലമെന്റ് വരുന്ന ഓപ്പൺ ആവും. അങ്ങനെ ഓപ്പൺ സെറ്റ്സ് എല്ലാ സബ്സെറ്റ്സും ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ ആ ടോപ്പോളജിയിൽ കയറി വരും. ആ മെട്രിക് സ്പേസിൽ എല്ലാ സബ്സെറ്റുകളും ഓപ്പൺ ആണ്. അപ്പോൾ ആ മെട്രിക് കൊണ്ട് ജനറേറ്റ് ചെയ്യുന്ന ഓപ്പൺ ബാൾസ് അല്ലെങ്കിൽ ഓപ്പൺ സെറ്റ്സ് അതെന്താണ്? കളക്ഷൻ ഓഫ് ഓൾ സബ്സെറ്റ്സ് ആണ്. അപ്പോൾ ഡിസ്ക്രീറ്റ് മെട്രിക് വഴി ഉണ്ടാകുന്ന ഒരു ടോപ്പോളജിയാണ് ഡിസ്ക്രീറ്റ് ടോപ്പോളജി. അതുകൊണ്ട് ഡിസ്ക്രീറ്റ് ടോപ്പോളജിക്കൽ സ്പേസ് സിംപ്ലി ഡിസ്ക്രീറ്റ് സ്പേസ്. ഡിസ്ക്രീറ്റ് സ്പേസ് എപ്പോഴും മെട്രിസബിൾ സ്പേസ് ആണ്. കാരണം ഡിസ്ക്രീറ്റ് മെട്രിക് വഴി ജനറേറ്റ് ചെയ്യാൻ കഴിയും. അതുപോലെ നമ്മൾ യൂഷ്വലായിട്ട് ആലോചിക്കുന്ന ആർ വിത്ത് യൂഷ്വൽ ടോപ്പോളജി. ആർ വിത്ത് യൂഷ്വൽ ടോപ്പോളജി ഇതൊരു മെട്രിസബിൾ സ്പേസ് ആണോ? ആലോചിച്ചാൽ എന്ത് കിട്ടും? ആർ വിത്ത് യൂഷ്വൽ ടോപ്പോളജി മെട്രിസബിൾ സ്പേസ് ആണോ? ആലോചിച്ചാൽ യൂഷ്വൽ മെട്രിക് മോഡുലസ് എന്ന് പറയുന്ന യൂഷ്വൽ മെട്രിക് ഡി ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു മോഡുലസ് എക്സ് മൈനസ് വൈ. ഇങ്ങനെ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ ആലോചിച്ച് നോക്കൂ, ഇതിനകത്തെ ഓപ്പൺ സെറ്റുകൾ എന്താണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്? ഓപ്പൺ ഇന്റർവൽസ്, ഫൈനൈറ്റ് ഇന്റർസെക്ഷൻ ഓഫ് ഓപ്പൺ ഇന്റർവൽസ്, യൂണിയൻ ഓഫ് ഓപ്പൺ ഇന്റർവൽസ്, ഇതൊക്കെയാണ് അതിനകത്തെ ഓപ്പൺ സെറ്റ്സ്. അതാണ് യൂഷ്വൽ ടോപ്പോളജിയിൽ വരുന്ന ടോപ്പോളജിക്കൽ എലമെന്റ്സ് എന്ന് പറയുന്നത്, ഓപ്പൺ സെറ്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് യൂഷ്വൽ മെട്രിക് കൊണ്ട് ജനറേറ്റ് ചെയ്യുന്ന ടോപ്പോളജിയാണ് യൂഷ്വൽ ടോപ്പോളജി. Therefore, usual topology is also usual space is also a metricable space. ഇങ്ങനെ ഒരു മെട്രിക് കൊണ്ട് ജനറേറ്റ് ചെയ്യുന്ന ഓപ്പൺ സെറ്റുകളാണ് ടോപ്പോളജിയിൽ ഉള്ളതെങ്കിൽ ആ സ്പേസിനെ നമുക്ക് മെട്രിസബിൾ സ്പേസ് എന്ന് പറയാം. നമ്മൾ പറയുന്നത് പ്രോപ്പർട്ടി ഓഫ് ബീയിങ് എ മെട്രിസബിൾ സ്പേസ് ഇസ് എ ടോപ്പോളജിക്കൽ പ്രോപ്പർട്ടി. പ്രോപ്പർട്ടി ഓഫ് ബീയിങ് എ മെട്രിസബിൾ സ്പേസ് ഇസ് എ ടോപ്പോളജിക്കൽ പ്രോപ്പർട്ടി മീൻസ് എക്സ് എന്ന് പറയുന്ന ടോപ്പോളജിക്കൽ സ്പേസ് മെട്രിസബിൾ സ്പേസ് ആണ്. And y is homeomorphic to x, then y is also a metricable space. അതാണ് തിയറം 4.15 മീൻ ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ പ്രൂഫിലേക്ക് നമ്മൾ എങ്ങനെ പോകാം? അപ്പോൾ നമ്മൾ ആലോചിക്കുന്നു, എക്സ് എന്ന് പറയുന്ന നമ്മൾ നേരത്തെയുള്ള നമ്മുടെ തിയറംസിൽ നമ്മൾ പ്രൂവ് ചെയ്ത രീതിയിൽ തന്നെ എക്സ് എന്ന് പറയുന്ന ഒരു ടോപ്പോളജിക്കൽ സ്പേസ് എടുക്കുക. എക്സ് ബി എ ടോപ്പോളജിക്കൽ സ്പേസ് വിച്ച് ഈസ് എ മെട്രിസബിൾ സ്പേസ്. ഓക്കെ, metricable space at it. X is a metricable space. And f from x to y is a homeomorphism.
then we want to show that Y is also a metrizable space. This Y is a topological space, and this topology of Y is generated by some metric. ചോദ്യം ഇതാണ്, Y ഒരു metrizable space ആണോ? Metrizable space ഇങ്ങനെ MS കൊടുക്കും. Y ഒരു metrizable space ആണ്. അപ്പം ചുരുക്കത്തിൽ Yയുടെ ടോപ്പോളജി ജനറേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു മെട്രിക് നമുക്ക് ഫോം ചെയ്ത് കൊണ്ടുവരണം. നമുക്ക് ആകെ ഇപ്പം മെട്രിക് ഉള്ളത് എവിടെയാണ്? എക്സിലാണ്. കാരണം എക്സ് ടോപ്പോളജിക്കൽ സ്പേസ് ആണെങ്കിൽ അതൊരു മെട്രിസിബിൾ സ്പേസ് ആണെന്ന് അസംഷൻ. ഓക്കെ, അപ്പോൾ അവിടെ ഒരു മെട്രിക് ഉണ്ട്. ലെറ്റ് ഇറ്റ് ബി ഡി. ടെക്സ് ഡി ബി എ മെട്രിക് സ്പേസ് എന്നോട് പറഞ്ഞു. ടോപ്പോളജിക്കൽ സ്പേസ് ആദ്യം എടുക്കുക, പക്ഷേ അത് മെട്രിസിബിൾ സ്പേസ് ആയതുകൊണ്ട് അവിടെ ഒരു മെട്രിക് ഉണ്ട്. ടെക്സ് ഡി ബി എ മെട്രിക് സ്പേസ്. വൈ എ ടോപ്പോളജിക്കൽ സ്പേസ് ഹോമിയോമോർഫിക് ടു എക്സ്, നമ്മൾ നേരത്തെ പറഞ്ഞു. Then from x to y there exists a homeomorphism from x to y. അപ്പോൾ നമുക്ക് ആലോചിക്കേണ്ടത് y മെട്രിസിബിൾ സ്പേസ് ആണ്, y ടോപ്പോളജിക്കൽ സ്പേസ് ആണ്. അപ്പോൾ അവിടെ നമുക്കൊരു മെട്രിക് കൊണ്ടുവന്നിട്ട് ആ ടോപ്പോളജിയെ ഈ മെട്രിക് വഴി ജനറേറ്റ് ചെയ്യാം. എന്ന് പറഞ്ഞാൽ എന്താ? ടോപ്പോളജി മെട്രിക് വഴി ജനറേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ആ മെട്രിക് വഴി ഉണ്ടാകുന്ന ഓപ്പൺ ബാളുകളുടെ യൂണിയൻ ആയിരിക്കും ആ ടോപ്പോളജിയിലെ എലമെന്റ്സ് എല്ലാം. അല്ലെങ്കിൽ ടോപ്പോളജിയിലെ ഏത് എലമെന്റ് എടുത്താലും ഈ അതുവഴി മെട്രിക് വഴി ഉണ്ടാകുന്ന ഓപ്പൺ ബാളുകളുടെ യൂണിയൻ ആയിട്ട് എഴുതാം. അപ്പോൾ വേറൊരു കാര്യമുണ്ട്, അവിടെ മെട്രിക് എങ്ങനെ ഡിഫൈൻ ചെയ്യും? നമ്മുടെ കയ്യിലൊരു മെട്രിക് ഉണ്ട് ഡി, അപ്പോൾ അതുവഴി മെട്രിക് ഡിഫൈൻ ചെയ്യും. അപ്പം വി വിൽ ഡിഫൈൻ എ മെട്രിക് ഡി പ്രൈം ഓൺ വൈ, ദാറ്റ് ഈസ് ഓൺ വൈ ക്രോസ് വൈ, രണ്ട് എലമെന്റ് എടുക്കണമല്ലോ, ബൈ ഡി പ്രൈം ഓഫ് y1 y2 is equal to, രണ്ട് എലമെന്റ്സ് എടുത്ത് നമ്മൾ ഡിഫൈൻ ചെയ്യാണ്. ഫോർ y1 y2 ബിലോങ്സ് ടു y, ഡി പ്രൈം ഓഫ് y1 y2 ഡിഫൈൻ ചെയ്യുകയാണ്. ഡി പ്രൈം ഓഫ് y1 y2 is equal to ഡിയിലേക്ക് കണക്ട് ചെയ്യണം. നമ്മൾ ആലോചിക്കുമ്പോൾ ഇപ്പം എഫ് ഫ്രം എക്സ് ടു വൈ ഒരു ഹോമിയോമോർഫിസം ആണെങ്കിൽ തീർച്ചയായിട്ടും സർജക്റ്റീവ് ആണ്. Then for y1 y2 belongs to y, there exist elements x1 x2 in x such that, okay, x1 x2 in x such that f of x1 is equal to y1 and f of x2 is equal to y2. Or not that f of x1 is equal to y1. F of x1 is equal to y1 implies, or if and only if x1 is equal to f inverse of y1. Okay, എന്നാൽ സബ്ജക്റ്റീവ് ആയതുകൊണ്ട് ഇത് സംഭവിക്കും. ആൻഡ് x2 is equal to f inverse of y2. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് y1 y2 കറസ്പോണ്ടിങ് ആയിട്ട് തീർച്ചയായിട്ടും f inverse of y1 f inverse of y2 x-ലുണ്ട്. ദാറ്റ് ഈസ് സം x1 and x2 എന്ന് മനസ്സിലാക്കാം. Therefore we define d prime of y1 y2 is equal to d of f inverse of y1 f inverse of y2. y1 y2 y-ലെടുത്തപ്പോൾ f inverse of y1 f inverse of y2 കറസ്പോണ്ടിങ് ഒരു പോയിന്റ് 1 1 on 2 ആണ്. അതുകൊണ്ട് കറസ്പോണ്ടിങ് ഒരു പോയിന്റ് y1 കറസ്പോണ്ടിങ് ഒരു പോയിന്റ് x കാണും. ദാറ്റ് ഈസ് എഫ് ഇൻവേഴ്സ് ഓഫ് y1 ഓർ x1 എന്ന് വിളിക്കാം. ഓക്കെ, അപ്പോൾ ചുരുക്കത്തിൽ ഞാനിപ്പോൾ എഴുതിയ രീതിക്കാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു സാധനം എഴുതാം, പക്ഷേ അത് നമുക്ക് x1 x2 പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റത്തില്ല, കണക്ട് ചെയ്യേണ്ടി വരും. എഫ് ഇൻവേഴ്സ് ഓഫ് y1 ഈസ് x1 ആൻഡ് എഫ് ഇൻവേഴ്സ് ഓഫ് y2 ഈസ് x2. ഈസ് ഡി പ്രൈം ഓഫ് y1 y2 ഈസ് ഈക്വൽ ടു സം ഡി ഓഫ് x1 x2. അതിനേക്കാൾ y1 ബന്ധിപ്പിച്ച് തന്നെ ആലോചിക്കുന്നതായിരിക്കും നല്ലത്. ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം. ഇതൊരു മെട്രിക് ആണെന്ന് പ്രൂവ് ചെയ്യാനൊന്നും വലിയ പ്രയാസമില്ല, കാരണം ഡി ഒരു മെട്രിക് ആയതുകൊണ്ട്. ഡി പ്രൈം ഓഫ് y1 y2 ഗ്രേറ്റർ ആൻ ഈക്വൽ ടു 0 ആണോ? ഡി ഓഫ് വന്നതുകൊണ്ട് ഗ്രേറ്റർ ആൻ ഈക്വൽ ടു 0 ആണ്, കാരണം ഡി മെട്രിക് ആണ് എക്സ് ഡി. ഡി പ്രൈം ആണോ എന്നുള്ളൊരു ചോദ്യം. ഇനി ഡി പ്രൈം ഓഫ് y1 y2 0 എന്ന് പറഞ്ഞാൽ ഡി ഓഫ് എഫ് ഇൻവേഴ്സ് ഓഫ് y1 എഫ് ഇൻവേഴ്സ് ഓഫ് y2 0 ആവും എന്ന് പറഞ്ഞാൽ ഡി മെട്രിക് ആയതുകൊണ്ട് എഫ് ഇൻവേഴ്സ് ഓഫ് y1 ഈക്വൽ ടു എഫ് ഇൻവേഴ്സ് ഓഫ് y2 ആവും. അപ്പം നമുക്കറിയാം എഫ് എന്ന് പറയുന്നത് ഹോമിയോമോർഫിസം 1 1 on 2 ആണ്. അപ്പോൾ എഫ് ഇൻവേഴ്സ് ഈസ് ഓൾസോ 1 1 on 2. 1 1 എഫ് ഇൻവേഴ്സ് y1 ആണെങ്കിൽ 1 1 ആണെങ്കിൽ എഫ് ഇൻവേഴ്സ് ഓഫ് y1 ഈക്വൽ ടു എഫ് ഇൻവേഴ്സ് ഓഫ് y2 implies y1 ഈക്വൽ ടു y2. Therefore d prime of y1 y2 equal to 0 if and only if പെട്ടെന്ന് കണക്ട് ചെയ്യാം. y1 equal to y2 and d prime of y1 y2 is equal to d of പറയുന്നതുകൊണ്ട് തിരിച്ചെഴുതാം ഇതിന്. f inverse of d of f inverse of y2 f inverse of y1 എഴുതാം, കാരണം d മെട്രിക് ആണ്. അപ്പോൾ അത് d prime of y2 y1 ആവും, സിമെട്രി ഉണ്ട്. അങ്ങനെ അതുപോലെ തന്നെ ട്രയാങ്കിൾ ഇക്വാളിറ്റിയും ഡിയുടെ മെട്രിക് ഉപയോഗിച്ച് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ d prime of y1 y2 ഇങ്ങനെ ഡിഫൈൻ ചെയ്യുന്ന സംഗതി തീർച്ചയായിട്ടും y-ൽ ഒരു മെട്രിക്കാണ്. ഓക്കെ, പക്ഷെ നമ്മുടെ ചോദ്യം എന്താണ്? ഈ പറയുന്ന ഡിഫൈൻ ചെയ്ത മെട്രിക് എന്ന് പറയുന്ന സാധനം y-ലെ ടോപ്പോളജി ജനറേറ്റ് ചെയ്യാൻ പാകത്തിലാണോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ y മെട്രിസബിൾ സ്പേസ് ആയിട്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ഓക്കെ, എന്ന് കളഞ്ഞേക്കാം. അപ്പൊ ഇനി അതിലേക്ക് പോവാണ്. y മെട്രിസബിൾ സ്പേസ് ആണ്. ചുരുക്കത്തിൽ ഈ മെട്രിക് വഴി ജനറേറ്റ് ചെയ്യുന്നതാണോ അവിടുത്തെ ഓപ്പൺ സെറ്റ്സ്? ദെൻ ഫോർ O എടുക്കുക. നമുക്കൊരു കാര്യം ചെയ്യാം. ടി വൈ ബി ദ ടോപ്പോളജി ഓഫ് y. ടി വൈ എന്നെടുക്കുക, തിരിച്ചറിയാനും ആകില്ല, സഫിക്സ്. ടി വൈ is a topology on y. Then for O belongs to ty, OA
ഈ പറയുന്ന ഡി പ്രൈം മെട്രിക്കിൽ വരുന്ന ഓപ്പൺ ബാളുകളുടെ യൂണിയൻ ആയിട്ട് എഴുതാൻ കഴിയുമോ? അപ്പോൾ ചുരുക്കത്തിൽ ഡി പ്രൈം വഴി ജനറേറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഓ ടി വൈയിൽ നിന്നിട്ട് കാര്യമില്ല, നമുക്ക് എക്സ് ആണ് മെട്രിസബിൾ സ്പേസ് എന്നുള്ളത്, അതുകൊണ്ട് എക്സിലേക്ക് കണക്ട് ചെയ്യണം. അത് ഓ ടി വൈയിൽ എന്ന് പറഞ്ഞാൽ ഓ ഈസ് ഓപ്പൺ ഇൻ വൈ, ഓ ഈസ് ഓപ്പൺ ഇൻ വൈ and f from x to y is a homeomorphism, that is f is continuous, therefore f inverse of o is in the topology of x, or f inverse of o is open in x. മനസ്സിലായോ? ഞാൻ ഇവിടെ സിമ്പിൾ ആയിട്ട് അല്ലെങ്കിൽ അത് നേരത്തെ പരിചയപ്പെടുത്തിയാൽ ഇങ്ങനെ എഴുതാം, tx, tx is the topology of x. f inverse of o is open in x, that is all. ടോപ്പോളജി ലെവലിനെയാണ് ഓപ്പൺ എന്ന് വിളിക്കുന്നത്. ഹോമിയോമോർഫിസം ആയതുകൊണ്ട് കണ്ടിന്യൂസ് ആണ് f inverse of o open in x ആവും, since o is in ty, that is o is open in y. അപ്പോൾ ആലോചിക്കുമ്പോൾ എഫ് ഇൻവേഴ്സ് ഓഫ് ഓ ഇപ്പോൾ ഓപ്പൺ ഇൻ എക്സിൽ വന്നു, ഓർ ടോപ്പോളജിയിൽ വന്നു. പക്ഷേ എക്സ് എന്താണ്? മെട്രിസബിൾ സ്പേസ് ആണ്. എക്സ് മെട്രിസബിൾ സ്പേസ് ആണെങ്കിൽ തീർച്ചയായിട്ടും അതിനകത്തുള്ള ഓപ്പൺ സെറ്റ് അവിടുത്തെ മെട്രിക് കൊണ്ട് ജനറേറ്റ് ചെയ്യുന്നതാണ്. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എക്സ് ഇസ് എ മെട്രിസബിൾ സ്പേസ് വിത്ത് മെട്രിക് ഡി. അപ്പോൾ എഫ് ഇൻവേഴ്സ് ഓയെ നമുക്ക് എങ്ങനെ എഴുതാം? then f inverse of o is equal to the union of some open balls in x, it will be b of x epsilon. Arbitrary union of open sets open ആണ്. അപ്പോൾ ഓക്കെ, ആർബിട്രേറ്റ് എടുത്തു. എഫ് ഇൻവേഴ്സ് ഓഫ് ഒ എക്സിൽ ഓപ്പൺ ആണ്, അപ്പോൾ എക്സ് മെട്രിസബിൾ സ്പേസ് ആണ്, അപ്പം അവിടുത്തെ മെട്രിക് കൊണ്ട് ജനറേറ്റ് ചെയ്യപ്പെടും, അപ്പം അതിൻ്റെ ബാളിൻ്റെ യൂണിയൻ ആയിട്ട് വരും. ദെൻ വാട്ട് അബൌട്ട് ഓ? ഇതിൽ നിന്ന് ഓ എഴുതാൻ ശ്രമിക്കുക. ഓ ഈസ് ഈക്വൽ ടു എഫ് ഓഫ് യൂണിയൻ ഓഫ് b of x epsilon, നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ യൂണിയൻ x belongs to x, f of b of x epsilon എന്ന് പറയാം. ഓക്കെ, b of x epsilon. അപ്പോൾ യൂണിയൻ ഓഫ് എഫ് ഓഫ് ബി ഓഫ് എക്സ് എപ്സിലോൺ. അപ്പോൾ ഇനി അടുത്തത്, അപ്പോൾ ഇതെങ്ങനെയാണ് ഓയെ എഫ് ഓഫ് ബി ഓഫ് എക്സ് എപ്സിലോൺ എന്നേ വന്നുള്ളൂ. പക്ഷെ ഇവിടെ നമുക്ക് വരേണ്ടത് വൈയിലെ സം ഓപ്പൺ ബാൾസ് ആണ്. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, എഫ് ഓഫ് ബി ഓഫ് എക്സ് എപ്സിലോണും എക്സിലെ ബോളുകളും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ എങ്ങനെ നമുക്ക് ആലോചിക്കാതെ, വാട്ട് അബൌട്ട് എഫ് ഓഫ് ബി ഓഫ് എക്സ് എപ്സിലോൺ? എഫ് ഓഫ് ബി ഓഫ് എക്സ് എപ്സിലോൺ ഒന്ന് നോക്കാം. മേളിലോട്ട് എഴുതാം, എഫ് ഓഫ് ബി ഓഫ് എക്സ് എപ്സിലോൺ എന്ന് എഴുതാം. ഇത് ബി ഓഫ് എക്സ് എപ്സിലോണിലെ എലമെന്റുകളുടെ ഇമേജ് കളക്ഷൻ ആണ്, അത് മനസ്സിലാക്കാം. എഫ് ഓഫ് എന്ന് പറയും. ദെൻ ഇതെന്താ? സെറ്റ് ഓഫ് ഓൾ ബി ഓഫ് എക്സ് എപ്സിലോണിലെ എലമെന്റുകൾ എടുത്താൽ let it be y. Y belongs to b of x epsilon. ആ ബി ഓഫ് എക്സ് എപ്സിലോണിലെ വൈകളുടെ എഫ് ഇമേജുകളാണ് വരുന്നത്. ജസ്റ്റ് ഇമേജിന്റെ ഡെഫിനിഷൻ മാത്രമേ ഉള്ളൂ, ഇമേജ് സെറ്റ് നമ്മൾ എടുക്കുന്നത്. That is f of b of x epsilon is set of all f of y such that y belongs to b of x epsilon. And again ഇതിനെ നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്ത് എഴുതി പോയാൽ set of all f of y in y such that f of y in y. Okay, y belongs to b of x epsilon means distance between x and y is less than epsilon. Okay, ഇങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ഡി ഓഫ് എക്സ് വൈ? ഡി ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞാൽ നമ്മൾ ആലോചിക്കുമ്പോൾ ഡി പ്രൈം ഓഫ് എഫ് ഓഫ് എക്സ് വൈ എഫ് ഓഫ് വൈയും ഇത് തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഒരു കാര്യം ചെയ്യാം, ഡി ഓഫ് എക്സ് വൈ അവിടെ നിൽക്കട്ടെ. വാട്ട് അബൌട്ട് ഡി പ്രൈം ഓഫ് എഫ് ഓഫ് എക്സ് എഫ് ഓഫ് വൈ? y1 y2 നമ്മൾ നേരത്തെ എടുത്ത ഡെഫിനിഷൻ ഉണ്ടല്ലോ, അതിനെ ഡി എ ചുരുക്കത്തിൽ നമുക്ക് ഡി പ്രൈമായി കണക്ട് ചെയ്യാൻ ശ്രമിക്കുക. അത് നമ്മൾ നേരത്തെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, അങ്ങനെയാണ് ഡി പ്രൈം കൊണ്ടുവന്നിരിക്കുന്നത്. അതാണ് ഇതിന്റെ മെച്ചം, അതാണ് ഇതിന്റെ പ്രത്യേകത, അങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഡി പ്രൈം ഓഫ് y1 y2 നമുക്ക് പറഞ്ഞു, y1 y2 വൈയിലെ എലമെന്റ് ആകുമ്പോഴാണ്. അപ്പോൾ y1 y2 വൈയിലാകുമ്പോൾ നമുക്ക് എഫ് ഓഫ് എന്ന് എഴുതാൻ പറ്റും എന്ന് പറഞ്ഞു, എക്സിലെ എലമെന്റ് ഉണ്ട്. അപ്പോൾ ഇത് എഫ് ഓഫ് എക്സ് തന്നെ കിടക്കുന്നത്. ഡി പ്രൈം ഓഫ് y1 y2 ഡി ഓഫ് എഫ് ഇൻവേഴ്സ് ഓഫ് y1 എഫ് ഇൻവേഴ്സ് ഓഫ് y2 ആണെങ്കിൽ ഡി പ്രൈം ഓഫ് എഫ് ഓഫ് എക്സ് എഫ് ഓഫ് y എന്ന കറക്റ്റ് എഫ് ഓഫ് എന്നാണ്. എഫ് ഇൻവേഴ്സ് ഓഫ് എന്ന് ആലോചിച്ചാലും മതി. then it is d of f inverse of f of x, that is x, and f inverse of f of y, that is y. അല്ല ഡയറക്റ്റ് ആയിട്ട് ആലോചിച്ചാൽ കിട്ടും d of x. ചുരുക്കത്തിൽ ഇവിടെ ഡിഫൈൻ ചെയ്തിരിക്കുന്നതനുസരിച്ച് ഡി പ്രൈം ഓഫ് എഫ് ഓഫ് എക്സ് വൈ എഫ് ഓഫ് വൈ ഏത് തന്നെയാണ് ഡി ഓഫ് എക്സ് വൈ ആണ്. അപ്പോൾ ഡി ഓഫ് എക്സ് വൈ ലെസ് ദാൻ എപ്സിലോൺ എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ സ്പേസ് ഇല്ല, ഇങ്ങോട്ട് എഴുതാം. ഇസ് ഈക്വൽ ടു ഇതിന് ബാക്കിയാണ്, ഇതിന്റെ ബാക്കിയാണ്.
set of all f of y such that okay f of y such that അവിടെ നമുക്ക് നേരിട്ട് d of xy ക്ക് പകരം d prime of f of x f of y എന്ന് കൊടുക്കാം. ഓക്കെ, y ലെസ് ദാൻ വായിച്ചോണേ അത് എന്താണ് d prime of f of set of all f of y such that d of xy ക്ക് പകരം d prime of f of x f of y എന്ന് തന്നെ കൊടുക്കാം. d prime of f of x f of y is less than epsilon. ഓക്കെ, ഇങ്ങനെ വരും. അപ്പോൾ എന്താ സംഭവിച്ചത്? ഈ സെറ്റ് ഓഫ് ഓൾ എഫ് ഓഫ് ഐ സച്ച് ദാറ്റ് ഡി പ്രൈം ഓഫ് എഫ് ഓഫ് എക്സ് എഫ് ഓഫ് ഐ ലെസ് ദാൻ എപ്സിലോൺ. നേരത്തെ എഴുതി പോയ പോലെ തന്നെ ആലോചിച്ചാൽ y belongs to b of x epsilon equal to d of xy less than epsilon. അപ്പോൾ d f of y such that d prime of f of x f of y less than epsilon means ആ ക്ലാസ് എന്താണ്? f of x സെൻറ്റർ ആയിട്ട് എപ്സിലോൺ റേഡിയസിലുള്ള ബോളിനകത്ത് കിടക്കുന്ന എലമെന്റ്സ് ആണ്. therefore it is b d prime നമുക്ക് കൊടുക്കുന്ന ആ മെട്രിക് അനുസരിച്ച് വിത്ത് റെസ്പെക്ട് ടു d prime b d prime of f of x epsilon ആണ് ഈ ക്ലാസ്. ഓക്കെ, അപ്പോൾ എന്ത് സംഭവിച്ചു? O എന്ന് പറയുന്ന യൂണിയൻ x ബിലോങ്സ് ടു എക്സ് എഫ് ഓഫ് ബി ഓഫ് എക്സ് എപ്സിലോൺ ആയിരുന്നു. എഫ് ഓഫ് ബി ഓഫ് എക്സ് എപ്സിലോൺ ആണ് നമ്മൾ എഴുതിയത്. അത് എന്ത് കിട്ടി? ബി ഡി പ്രൈം ഓഫ് എഫ് ഓഫ് എക്സ് എപ്സിലോൺ എന്ന് കിട്ടി. അപ്പോൾ ഇവിടെ നമുക്ക് ബി ഡി പ്രൈം ഓഫ് എഫ് ഓഫ് എക്സ് എപ്സിലോൺ എന്ന് കൊടുക്കാം. ചുരുക്കത്തിൽ ആ O എന്തായി? വൈയിലെ വാളുകളുടെ യൂണിയൻ ആണ് എഴുതി. O ആർബിട്രറി ആണ്, ആർബിട്രറി ആയിട്ടുള്ള ഓപ്പൺ സെറ്റ് ആയിരുന്നു. അപ്പോൾ ചുരുക്കത്തിൽ ഏത് ഓപ്പൺ സെറ്റ് നമുക്ക് വൈയിൽ നിന്ന് എടുത്താലും അതിനെ അവിടുത്തെ ഓപ്പൺ ബാളുകളുടെ യൂണിയനായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഓപ്പൺ സെറ്റുകളെല്ലാം ജനറേറ്റ് ചെയ്യപ്പെടുന്നത് മെട്രിക് വഴിയാണ്, ഓപ്പൺ ബാളുടെ യൂണിയനാണ്. therefore y is also a metrizable space. അപ്പം പ്രൂഫിന് അവിടെ ഞാൻ നോട്ട് തന്നിരിക്കുന്നതിനകത്ത് ഇങ്ങനെയല്ല പ്രൂഫ് എഴുതിയിരിക്കുന്നത്. ചെറിയൊരു വ്യത്യാസമുണ്ട്, ഞാനത് മെസ്സേജ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അത് നമുക്ക് ഈ തിയറത്തിൽ കാണുന്ന പോലെ അതൊന്ന് എഴുതണം. പിന്നീട് ഞാനത് നോട്ട് തരാം. നിങ്ങൾ എന്തായാലും ഇത് വെച്ചുകൊണ്ട് നോട്ട് എഴുതാൻ ശ്രമിക്കണം. ഓക്കെ, അപ്പം ഇങ്ങനെ നമുക്കിപ്പം നാലാമതൊരു ടോപ്പോളജിക്കൽ പ്രോപ്പർട്ടി കിട്ടി. സെപ്പറബിലിറ്റി പറഞ്ഞു, ഫസ്റ്റ് കൗണ്ടബിലിറ്റി, സെക്കൻഡ് കൗണ്ടബിലിറ്റി, ബീയിങ് എ മെട്രിസിബിൾ സ്പേസ്. മെട്രിസിബിൾ സ്പേസ് എന്നല്ല, മെട്രിസിബിൾ സ്പേസ് ആയിരിക്കുക. ബീയിങ് എ മെട്രിസിബിൾ സ്പേസ് ഈസ് എ ടോപ്പോളജിക്കൽ പ്രോപ്പർട്ടി. ദാറ്റ് മീൻസ് എക്സ് ഈസ് എ മെട്രിസിബിൾ സ്പേസ് and x is homeomorphic to y, then y is also a metrizable space. ഇനിയും അപ്പം നമുക്ക് ഇപ്പോൾ ഇതൊക്കെ നമ്മൾ കണ്ട ടോപ്പോളജിക്കൽ പ്രോപ്പർട്ടി. ടോപ്പോളജിക്കൽ പ്രോപ്പർട്ടി അല്ലാത്തൊരു സാധനം നമുക്ക് നേരത്തെ കണ്ടിട്ടുള്ളതാണ് ആ റിയൽ ലൈൻ, യൂഷ്വൽ ടോപ്പോളജി. അതിൻ്റെ ഓപ്പൺ ഇൻ്റർവൽ 0 ആണ്. ഇത് നമ്മൾ ഹോമിയോമോർഫിക് ആണെന്നുള്ളത് നമ്മൾ നേരത്തെ ഹോമിയോമോർഫിക് ഐസോമെട്രിക് പറഞ്ഞ ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട്. ഒന്നുകൂടെ നോക്കുക. R and open interval 0, 1 are homomorphic. Open interval 0 is bounded, but R is not. ഇത് നമ്മൾ ഹോമിയോമോർഫിക് ആണ്, പക്ഷെ അതിൽ ഒരെണ്ണം ബൗണ്ടഡ് ആണ്, മറ്റത് ബൗണ്ടഡ് അല്ല. therefore boundedness is not a topological property. കാരണം ഹോമിയോമോർഫിക് ആവുന്ന രണ്ട് സ്പേസുകൾ കിട്ടി, അത് തമ്മിൽ അത് ഷെയർ ചെയ്തില്ല. അതുകൊണ്ട് boundedness is not a topological property. Bounded metric space, being a bounded metric space is not a topological property. ഇപ്പോൾ ഈ ടോപ്പോളജിക്കൽ പ്രോപ്പർട്ടി ഏതൊക്കെയാണ്, ടോപ്പോളജിക്കൽ പ്രോപ്പർട്ടി ഏതൊക്കെയല്ല എന്ന് നമ്മൾ എഴുതി വെക്കണം. ഇനി നമ്മൾ പോകുന്നിടത്തും ഇങ്ങനെയുള്ള ചില സാധനങ്ങൾ കിട്ടും. വേറൊരു കാര്യം കൂടെ വേണമെങ്കിൽ ഇവിടെ പറയാം. റിയൽ ലൈൻ യൂഷ്വലി പറയുമ്പോൾ ദാറ്റ് ഈസ് കംപ്ലീറ്റ്, ബട്ട് ഓപ്പൺ ഇൻ്റർവൽ 0, 1 നമ്മൾ കംപ്ലീറ്റ് മെട്രിക് സ്പേസ് പറഞ്ഞാൽ ഇസ് നോട്ട് കംപ്ലീറ്റ്, ബട്ട് ദേ ആർ ഹോമിയോമോർഫിക്. R is complete, open interval 0, 1 is not complete, but R and open interval 0, 1 are homeomorphic. Therefore, what about completeness? Completeness topological property ആണോ അന്നേരം? Completeness is not a topological property. Okay, അപ്പോൾ being bounded metric space is not a topological property. Completeness is a not complete metric space ആയിരിക്കുക. Being a complete metric space, that is not a topological property എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ആലോചിക്കുമ്പോൾ ഇവിടെ ഈ ലാസ്റ്റ് സെക്ഷൻ ഒന്ന് വായിച്ചു നോക്കണം. ടോപ്പോളജി എന്താണെന്ന് വേണമെങ്കിൽ ഇത് രീതി പറയാം. ഇറ്റ്സ് ദ ബ്രാഞ്ച് ഓഫ് മാത്തമാറ്റിക്സ് വിച്ച് ഡീൽസ് വിത്ത് ടോപ്പോളജിക്കൽ പ്രോപ്പർട്ടീസ്. ഇങ്ങനെയും ഒരു സിമ്പിൾ വേയിൽ ടോപ്പോളജി ഡിഫൈൻ ചെയ്യാം. അപ്പോൾ പിന്നെ ഇവിടെ നമ്മൾ അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ടോപ്പോളജിക്കൽ പ്രോപ്പർട്ടീസിനെ കുറിച്ചുള്ള പഠനം എന്ന് പറയുമ്പോൾ ആ രീതിയിൽ ടോപ്പോളജിക്കൽ പ്രോപ്പർട്ടീസ് കണ്ടെത്തി അതിനെ ക്ലാസിഫൈ ചെയ്യുകയാണ്. അങ്ങനെ ടോപ്പോളജിക്കൽ പ്രോപ്പർട്ടീസ് ലിസ്റ്റ് ചെയ്ത് നമ്മൾ സ്പേസസ് എങ്ങനെ സ്പേസ് എങ്ങനെ ഹോമിയോമോർഫിക് ആവുന്നു ചെക്ക് ചെയ്യും. അപ്പോൾ ചെക്ക് ചെയ്യുന്ന ഇഫ് ആൻഡ് ഓൺലി ഇഫ് ദേ ഷെയർ ദ സെയിം പ്രോപ്പർട്ടീസ് ഫ്രം ദ ലിസ്റ്റ്. അപ്പോൾ ആ ലിസ്റ്റ് തപ്പുകയാണ് ടോപ്പോളജിക്കൽ പ്രോപ്പർട്ടീസിൻ്റെ. അങ്ങനെ അതുമായി ബന്ധപ്പെട്ട് പറയുന്ന തിയറംസിനെയാണ് നമ്മൾ ക്ലാസിഫിക്കേഷൻ തിയറംസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ പറഞ്ഞ സെപ്പറബിലിറ്റി ടോപ്പോളജിക്കൽ പ്രോപ്പർട്ടി ആണോ, ഫസ്റ്റ് കൗണ്ടബിലിറ്റി സെക്കൻഡ് കൗണ്ടബിലിറ്റി ടോപ്പോളജിക്കൽ പ്രോപ്പർട്ടി ആണോ, അതൊക്കെ ആ തിയറം, അതൊക്കെ ക്ലാസിഫിക്കേഷൻ തിയറംസ് ആണ്.
because they divide topological spaces into classes. Homeomorphism എന്ന് പറയുന്ന ഒരു ഇക്വലൻസ് റിലേഷൻ. അപ്പം സെപ്പറബിൾ സ്പേസസ് ഹോമിയോമോർഫിക് ആണ്. സെപ്പറബിലിറ്റി ഈസ് എ ടോപ്പോളജിക്കൽ പ്രോപ്പർട്ടി. അപ്പോൾ അതൊരു ക്ലാസ്സിൽ വരും. ഇങ്ങനെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ പറയുന്ന ലിസ്റ്റിലുള്ള ഒരെണ്ണം ടോപ്പോളജിക്കൽ പ്രോപ്പർട്ടി, ഒരെണ്ണം ഒരു ടോപ്പോളജിക്കൽ സ്പേസിലുണ്ട്, എന്നാൽ ിലുണ്ട്. പക്ഷെ വൈൽ ഇല്ല എന്ന് പറയുമ്പോൾ ഹോമിയോമോർഫിക് അല്ല എന്ന് പറയാം. പക്ഷേ ഇത് രണ്ട് ഷെയർ ചെയ്യുന്നു പറയുന്നതുകൊണ്ട് പെട്ടെന്ന് കയറി ദേ ആർ ഹോമിയോമോർഫിക് എന്ന് പറയാൻ ചിലപ്പോൾ പറ്റത്തില്ല. അതിനെക്കുറിച്ചുകൂടെ ആലോചിക്കണം. ക്ലാസിഫിക്കേഷൻ തിയറംസിൽ വരുന്നതാണ്. അപ്പോൾ ഇങ്ങനെ കാര്യങ്ങൾ പറയുന്നു. പിന്നെ അതുപോലെ തന്നെ സെക്കൻഡ് ഒബ്ജക്റ്റീവ് ഓഫ് ടോപ്പോളജി ഈസ് ടു എസ്റ്റാബ്ലിഷ് റിലേഷൻസ് എമംഗ് വേരിയസ് ടോപ്പോളജിക്കൽ പ്രോപ്പർട്ടീസ്. ടോപ്പോളജിക്കൽ പ്രോപ്പർട്ടീസ് നമ്മൾ ബന്ധം വെച്ചിരിക്കാൻ ശ്രമിക്കുക. ആൻഡ് ടു ഷോ വിച്ച് കോമ്പിനേഷൻസ് ഓഫ് ടോപ്പോളജിക്കൽ പ്രോപ്പർട്ടീസ് ആർ ഇക്വലന്റ്. ടോപ്പോളജിക്കൽ പ്രോപ്പർട്ടീസ് ഇതൊക്കെ ഇക്വലന്റ് വരും എന്ന് പറഞ്ഞാൽ ഏതൊക്കെ ടോപ്പോളജിക്കൽ പ്രോപ്പർട്ടീസ് ആണ് സെയിം ടോപ്പോളജി ക്ലാസ് ഓഫ് ഓപ്പൺ സെറ്റ്സ് കൊണ്ടുവരുന്നത്. ദിസ് ടൈപ്പ് ഓഫ് തിയറംസ് ആർ കോൾഡ് ക്യാരക്ടറൈസേഷൻ തിയറംസ്. അപ്പം ഇവിടെ രണ്ട് തിയറംസ്, ക്ലാസിഫിക്കേഷൻ തിയറംസ് ആൻഡ് ക്യാരക്ടറൈസേഷൻ തിയറംസ് ഒന്ന് വായിച്ച് മനസ്സിലാക്കുക. ഓക്കെ, പിന്നെ അതിന് എക്സസൈസസ് ആണ്, അത് മാക്സിമം ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ സെക്ഷൻ 4.5 കൂടെ നമുക്കുണ്ട്, ദാറ്റ് ഈസ് സബ്സ്പേസസ് എന്ന് പറയും. അടുത്ത ക്ലാസ് എടുക്കുക.